I will discuss about the electrical properties of colloids. So there are so many electrical properties. The first one is charge on a colloidal particle. That is how a charge is developing on the colloidal particles. And remember, while we are discussing that topic, how the charge is developed on the colloidal particle, actually that charge makes the colloid stable. The colloidal system stabilize ചെയ്യുന്നത് ആ ചാർജ് കൂടിയാണ്. കുറച്ചുകൂടി ഒന്ന് വ്യക്തമാക്കി തരാം ഒന്ന് രണ്ട് എക്സാമ്പിളിലൂടെ നോക്കാം. See, one reason for the origin of charge on the colloidal is due to preferential adsorption. What is adsorption? Adsorption means anything which sticks on a surface. ഏതെങ്കിലും സർഫസിൽ പോയിട്ട് ഒട്ടിപ്പിടിച്ചിരിക്കുന്നതിനെ വിളിക്കുന്ന പേരാണ് adsorption. Preferential. ഒരാൾക്ക് കൂടുതൽ ആർക്കും മറ്റേ ഒന്നിനെ വെച്ച് കമ്പയർ ചെയ്ത് വേറൊന്നിനോട് കൂടുതൽ അടുപ്പുള്ളതിന് പ്രിഫറൻഷ്യൽ എന്ന് വിളിക്കാം. See, we'll try to make silver iodide salt. Salt is a colloidal system. Salt dispersed in water or liquid. So silver iodide salt you can prepare in different way. One is silver nitrate combined with the excess of potassium iodide. So you will get silver iodide. At that time, the silver iodide will be negatively charged. Negatively charged since it is adsorbed with the I-1. Iodide ions are adsorbed on the surface of silver iodide. While if you mix the silver nitrate in excess with the potassium iodide, you will get the silver iodide with a positively charged colloid. And the reason for the positive charge is since the Ag plus ions are adsorbed. See, you have to remember one thing. നമ്മൾ ആരെങ്കിലും ഒരാളെ എക്സസ് എടുക്കണം എങ്കിൽ മാത്രമേ ഇവിടെ കൊളോയിഡ് ഫോം ചെയ്യുന്നുള്ളൂ. ഒന്നുകിൽ പൊട്ടാഷ്യം അയോഡൈഡ് എടുക്കുക, അപ്പോൾ നെഗറ്റീവ് ചാർജ് കൊളോയിഡ് വിൽ ഗെറ്റ് ഡ്യൂ ടു ദ അഡ്സോർപ്ഷൻ ഓഫ് അയോഡൈഡ്. അല്ലെങ്കിൽ സിൽവർ നൈട്രേറ്റ് എക്സസ് എടുക്കണം, അപ്പോൾ നിങ്ങൾക്ക് Ag പ്ലസ് അഡ്സോർബ് ചെയ്തിട്ടുള്ള പോസിറ്റീവ് ചാർജ് ആയിട്ടുള്ള സിൽവർ അയോഡൈഡ് കിട്ടും. ഇതിന് പകരം നിങ്ങൾ രണ്ടുപേരും ഈക്വൽ എമൗണ്ട് എടുത്ത് വിചാരിക്കുക. സിൽവർ നൈട്രേറ്റും പൊട്ടാഷ്യം അയോഡൈഡും ഈക്വൽ എമൗണ്ട് നമ്മൾ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൊളോയിഡ്സ് ഫോം ചെയ്യില്ല. അവിടെ കിട്ടുന്നത് പ്രസിപ്പിറ്റേറ്റ് ആയിരിക്കും അല്ലെങ്കിൽ സസ്പെൻഷൻ ആയിരിക്കും. എന്താണ് പ്രസിപ്പിറ്റേറ്റ് അല്ലെങ്കിൽ സസ്പെൻഷൻ? നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു പാർട്ടിക്കിൾ സൈസ് ഗ്രേറ്റർ ദാൻ 1000 നാനോമീറ്റർ ആണ്. അതെങ്ങനെ സംഭവിക്കുന്നത്? ഇപ്പോൾ സിൽവർ നൈട്രേറ്റും പൊട്ടാഷ്യം അയോഡൈഡും നമ്മൾ കമ്പൈൻ ചെയ്യുമ്പോൾ സിൽവർ അയോഡൈഡ് ഫോം ചെയ്യും. അങ്ങനെ ഫോം ചെയ്യുന്ന സിൽവർ അയോഡൈഡ് അൺസ്റ്റേബിൾ ആണ്. അവർ ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ വേറെ സിൽവർ അയോഡൈഡ് മോളിക്യൂളായിട്ട് കമ്പൈൻ ചെയ്യും. അങ്ങനെ കമ്പൈൻ ചെയ്ത് സൈസ് ഗ്രേറ്റർ ദാൻ 1000 നാനോമീറ്റർ ആവും. അപ്പോൾ ഒരു പ്രസിപ്പിറ്റേറ്റ് ആയി മാറും. ഇതാണ് യൂഷ്വൽ മാനറിൽ സംഭവിക്കുന്നത്. അതായത് സിൽവർ നൈട്രേറ്റും പൊട്ടാഷ്യം അയോഡൈഡും 1:1 റേഷ്യോയിൽ എടുത്താൽ ഒരേപോലെ എടുത്തു കഴിഞ്ഞാൽ, അതേസമയം നിങ്ങൾ ഏതെങ്കിലും ഒന്ന് എക്സസ് എടുത്തു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് എന്ത് കിട്ടും? നിങ്ങൾക്കൊരു കൊളോയിഡൽ സിസ്റ്റം, ഒരു സോള് കിട്ടും. അതെങ്ങനെയാണ് ഫോം ചെയ്യുന്നത്? ഇപ്പോൾ സിൽവർ നൈട്രേറ്റും പൊട്ടാഷ്യം അയോഡൈഡ് എക്സസ് തമ്മിൽ നമ്മൾ കമ്പൈൻ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഇവിടെ സിൽവർ അയോഡൈഡ് ഫോം ചെയ്ത് കഴിഞ്ഞാലും അവിടെ കുറച്ച് എക്സസ് അയോൺസ് ഉണ്ടാവും. ആരാ? K+ അയോൺസും I- അയോൺസും സൊല്യൂഷനിൽ എക്സസ് ആയി കിടക്കുന്നുണ്ടാവും. സൊല്യൂഷനിലാകുമ്പോൾ ഒരു അയോൺസ് ആയിരിക്കുമല്ലോ. ആ അയോൺസിൽ ഈ സിൽവർ അയോഡൈഡ് എന്നുള്ള മോളിക്യൂളിന് കൂടുതൽ പ്രിഫറൻസ് ആരോടായിരിക്കും? I-. കാരണം K+ഉം I- വരുമ്പോൾ സിൽവർ അയോഡൈഡിന് കൂടുതൽ പ്രിഫറൻസ് I-നോടായിരിക്കും. അപ്പോൾ ആ I- എന്നുള്ള അയോൺസിനെ അവർ അഡ്സോർബ് ചെയ്തു. ക്ലിയർ? അപ്പോൾ I- എന്നുള്ള അയോണിനെ അഡ്സോർബ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു 4-5 മോളിക്യൂളിൻ്റെ മുകളിൽ വന്നിട്ട് I- അഡ്സോർബ് ചെയ്തെന്ന് വിചാരിക്കുക. പിന്നെ അപ്പോൾ അപ്പുറത്ത് ഇങ്ങനെ ഇതുപോലുള്ള മോളിക്യൂളിൻ്റെ മേലെ ഇങ്ങനെയുള്ള എല്ലാ സിൽവർ അയോണിൻ്റെ മുകളിൽ ബന്ധമുണ്ട്. ഇപ്പോൾ I- ഉണ്ട്. ഇനി അവർക്ക് പരസ്പരം എന്ത് ചെയ്യാൻ പറ്റില്ല? കമ്പൈൻ ചെയ്യാൻ പറ്റില്ല. ക്ലിയർ? അപ്പോൾ അവരെന്ത് സിസ്റ്റത്തിൻ്റെ കിടക്കും? അത് കമ്പൈൻ ചെയ്താലേ അവർ ട്രൂ സൊല്യൂഷൻ സസ്പെൻഷൻ അല്ലെങ്കിൽ പ്രസിപ്പിറ്റേറ്റ് ആയി മാറും. ഇവിടെ അതിനുള്ള പോസിബിലിറ്റി ഇല്ല. കാരണം സിമിലർ ചാർജസ് ഉള്ള I- അവരുടെ മുകളിൽ അഡ്സോർബ് ചെയ്തു. അപ്പോൾ അവർ പരസ്പരം അടുത്ത് വന്നാൽ റിപ്പൽ ചെയ്യും. ഇതേപോലെ ഇവിടെ നമ്മൾ എക്സസ് ഓഫ് സിൽവർ നൈട്രേറ്റ് എടുത്തപ്പം എന്ത് പറ്റി? Ag കൂടുതൽ പ്രിഫറൻസ് Ag+, NO3- കൂടുതൽ പ്രിഫറൻസ് Ag+ ആണ്. ക്ലിയർ? അപ്പോൾ എന്ത് തന്നെയായാലും എങ്ങനെ പോയാലും കൊളോയിഡ്സിന് ഒരു ചാർജ് ഉണ്ടാവും. അത് പോസിറ്റീവ് ചാർജ് ആവാം, നെഗറ്റീവ് ചാർജ് ആവാം.
ഇവിടെ നമ്മൾ പറയുന്നത് എങ്ങനെ ചാർജ് ഡെവലപ്പ് ചെയ്യുമെന്ന് ചോദിച്ചാൽ ദ റീസൺ ഈസ് ഡ്യൂ ടു പ്രിഫറൻഷ്യൽ അഡിസോർപ്ഷൻ ആണ്. അപ്പോൾ ഈ ചാർജ് കാരണമാണ് കൊളോയിഡ്സ് എല്ലാം സ്റ്റേബിൾ ആവുന്നത് എന്ന് ഓർത്ത് വയ്ക്കുക. ക്ലിയർ? ഇപ്പോൾ ഇനി ഒരു കാര്യം കൂടെ ഓർത്തോളണം. ഇപ്പോൾ ഇവിടെ നിന്ന് ചാർജ് ഉണ്ട്, ഈ ചാർജ് ന്യൂട്രലൈസ് ആയി എന്ന് വിചാരിക്കുക. ഇപ്പോൾ ഇവിടെ കുറേയധികം അയോൺസ് ഇനിയും വന്നു കഴിഞ്ഞാൽ K+ അയോൺ കുറേയധികം വന്നു കഴിഞ്ഞാൽ ഈ ചാർജ് എന്ത് ചെയ്യും? ന്യൂട്രലൈസ് ചെയ്ത് പോകും. അങ്ങനെ വന്നത് പറ്റും, ഈ I- ഇതിൻ്റെ സർഫസിൽ ഇല്ലാണ്ടാവും, അവരെല്ലാവരും കൂടെ കമ്പൈൻ ചെയ്യും. അപ്പോൾ എല്ലാവരും കൂടെ കമ്പൈൻ ചെയ്ത് എന്ത് സംഭവിക്കും? അത് പ്രസിപ്പിറ്റേറ്റ് ആയി മാറും. ക്ലിയർ? പ്രസിപ്പിറ്റേറ്റ് ആയി മാറിക്കഴിഞ്ഞാൽ സെറ്റിൽ ഡൗൺ ആയി ചെയ്യാൻ പറ്റും. ഇതിന് നല്ലൊരു എക്സാമ്പിൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പ്രോസസ്സിന് വിളിക്കുന്ന പേര് കൊയാഗുലേഷൻ എന്നാണ്. നമ്മൾ ഈ ചാപ്റ്റർ തന്നെ പഠിക്കും. അതൊരു കൊളോയിഡ്സ് പ്രസിപ്പിറ്റേറ്റ് ആയി മാറുന്ന പ്രോസസ്സ് കൊയാഗുലേഷൻ എന്നാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഇപ്പോൾ മഴക്കാലമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇനിയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഓപ്പൺ വെല്ലൊക്കെ എടുത്തു കഴിഞ്ഞാൽ മഡി വാട്ടർ ആയിരിക്കും, ഭയങ്കര മഡ് ഉണ്ടാവും. ഈ മഡി വാട്ടർ ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് സെറ്റിൽ ചെയ്യില്ല. അപ്പോൾ ഈ മഡി വാട്ടർ സെറ്റിൽ ചെയ്യാൻ നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ കിണറ്റിനകത്തേക്ക് കുറച്ച് ആലം ആഡ് ചെയ്യും. ആലം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ മഡി വാട്ടർ എല്ലാം ക്ലിയർ ആവും. കാരണം ഈ മഡി വാട്ടർ എല്ലാം അതിലുള്ള മഡ് പാർട്ടികളെല്ലാം സെറ്റിൽ ഡൗൺ ചെയ്യും. അപ്പോൾ എന്തെങ്കിലും കാരണം ചോദിച്ചാൽ ഈ മഡി വാട്ടർ എന്ന് പറയുന്നത് ഒരു കൊളോയിഡൽ സിസ്റ്റമാണ്. അപ്പോൾ അവരിൽ എന്തോ ഒരു ചാർജ് ഉണ്ട്, നെഗറ്റീവ് ചാർജാണ് സാധാരണ മഡി വാട്ടറിനുള്ളത്. അപ്പോൾ അവർക്ക് പരസ്പരം എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? കമ്പൈൻ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അവർ വാട്ടർ ഇങ്ങനെ ഡിസ്പേഴ്സ് ചെയ്ത് കിടക്കും. കാരണം അവരുടെ ഗ്രാവിറ്റി ആക്ട് ചെയ്യാൻ മാത്രമുള്ള ഒരു വെയിറ്റ് അവർക്കില്ല ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കുമ്പോൾ. അപ്പോൾ നമ്മൾ കുറച്ച് ആലം ആഡ് ചെയ്യുന്നു. ആലം എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണൈറ്റ് ആണ്. കുറേയധികം അയോൺസ് ഉള്ള സബ്സ്റ്റൻസ് ആണ് ആലം എന്ന് പറയുന്നത്. ഈ ആലം ആഡ് ചെയ്ത ഉടനെ തന്നെ ഈ ചാർജ് അങ്ങ് ന്യൂട്രലൈസ് ചെയ്യുമ്പോൾ അവർ കമ്പൈൻ ചെയ്യും, അതായത് കൊയാഗുലേറ്റ് ചെയ്യും, അല്ലെങ്കിൽ അവർ പ്രസിപ്പിറ്റേറ്റ് ചെയ്യും. പ്രസിപ്പിറ്റേറ്റ് ചെയ്യുമ്പോൾ അവർക്ക് അത്യാവശ്യം വെയിറ്റ് ആയി, കാരണം കുറേ പേര് കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിൽ ഗ്രാവിറ്റി ആക്ട് ചെയ്യാൻ പറ്റും, അവർ സെറ്റിൽ ഡൗൺ ചെയ്യും. ഇതാണ് സാധാരണ നമ്മൾ കാണുന്ന നമ്മുടെ ഈ കിണറിലൊക്കെ നമ്മൾ വെള്ളം കലങ്ങി കഴിഞ്ഞാൽ ചെയ്യാറുള്ളത്, ആലം ആഡ് ചെയ്തിട്ട്. വേറൊരു എക്സാമ്പിൾ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എവിടെയെങ്കിലും ഒരു കട്ടൊക്കെ ഉണ്ടായി, വൂണ്ടൊക്കെ ഉണ്ടായി, ബ്ലഡ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ ഉപ്പ് വയ്ക്കാൻ പറയാറുണ്ട്. ഈ ഉപ്പ് വെച്ചാൽ സംഭവിക്കുന്നത്, ഉപ്പ് കഴിഞ്ഞാൽ സോൾട്ടാണ്, ഈ സോൾട്ട് ഇലക്ട്രോലൈറ്റ് ആണ്. അപ്പോൾ ഇത് വരുമ്പോൾ ബ്ലഡ് നമ്മൾ പഠിച്ചാണ് ഒരു കൊളോയിഡൽ സിസ്റ്റമാണ്. അവിടെയും നമുക്ക് കൊയാഗുലേഷൻ ഉണ്ടാവും, അല്ലെങ്കിൽ ഫ്ലോക്കുലേഷൻ ഉണ്ടാവും. അപ്പോൾ അത് കട്ട പിടിച്ച് നിൽക്കുകയും ചെയ്യും, അതായത് പ്രസിപ്പിറ്റേഷൻ നടക്കുന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ എന്താ പ്രൂവ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ കൊളോയിഡൽ സിസ്റ്റത്തിനൊക്കെ ഒരു ചാർജ് ഉണ്ട്, ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടി ഉണ്ടെന്നാണ്. either it could be a positive charge or a negative charge, that depends on the colloidal system. അപ്പോൾ അത് എങ്ങനെ ഒറിജിനേറ്റ് ചെയ്തു ആ ചാർജ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വൺ ഓഫ് ദ സജഷൻ ഈസ് ഡ്യൂ ടു പ്രിഫറൻഷ്യൽ അഡിസോർപ്ഷൻ. അപ്പോൾ ഇതാണ് ഒരു എക്സ്പ്ലനേഷൻ. ഇപ്പോൾ ഇതാ ഫെറിക് ഹൈഡ്രോക്സൈഡ് ഒരു കൊളോയിഡ് ഉണ്ട്, അത് പോസിറ്റീവ് ചാർജാണ്. സിൻസ് ഫെറിക് അയോൺസ് ആർ അഡ്സോർബ്ഡ്, ആർസനസ് സൾഫൈഡ് As2S3 ആർസനസ് സൾഫൈഡിൻ്റെ ഒരു സോൾ എടുത്താൽ അത് നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിരിക്കും ഡ്യൂ ടു ദ അഡ്സോർപ്ഷൻ ഓഫ് സൾഫൈഡ് അയോൺ. ക്ലിയർ? ഇനി ഈ ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടിക്ക് വേറൊരു എക്സ്പ്ലനേഷൻ ഉള്ളത്. This is another explanation for the formation of electrical charge. It was proposed by a scientist called Helmholtz, and it is known as Helmholtz electrical double layer. Helmholtz electrical double layer, and the develops a potential. It is called a zeta potential. നമുക്ക് നോക്കാം എന്താണ് ഈ ഹെൽംഹോൾട്ട്സ് ഇലക്ട്രിക്കൽ ഡബിൾ ലെയർ എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് ഒരു കൊളോയിഡൽ സിസ്റ്റം ഉണ്ട്, ഒരു സോളിഡ് കൊളോയിഡൽ സിസ്റ്റമാണ്. ഇവരുടെ സജഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹെൽംഹോൾട്ട്സിൻ്റെ സജഷൻ എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ കൊളോയിഡൽ സിസ്റ്റത്തിൻ്റെ മുകളിലോട്ട് ഏതെങ്കിലും ഒരു ചാർജ് വന്ന് സ്ട്രോങ്ലി അഡ്സോർബ് ചെയ്യും. ഇപ്പോൾ ഇവിടെയാണെങ്കിൽ പോസിറ്റീവ് ചാർജാണ് വന്ന് അഡ്സോർബ് ചെയ്തേക്കുന്നത്. എപ്പോഴും പോസിറ്റീവ് ചാർജ് ആണെന്നില്ല, നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ അറിയാം. ഇത് വേറൊരു എക്സാമ്പിളാണ്, ഇതൊരു കൊളോയിഡൽ സിസ്റ്റമാണ്. ഇവിടെ ആണെങ്കിൽ നെഗറ്റീവ് ചാർജാണ് വന്ന് അഡ്സോർബ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇങ്ങനൊരു ഫിക്സഡ് ലെയർ ഫോം ചെയ്യും. ഇതൊരു ഫിക്സഡ് ലെയറാണ് വിച്ച് ഈസ് ഫേംലി held on the surface of ഇത് കൊളോയിഡൽ സിസ്റ്റമാണ്. ഇതിൽ വന്ന് അത് സ്ട്രോങ്ലി അഡ്സോർബ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു സിസ്റ്റം ഒന്ന് അഡ്സോർബ് ചെയ്ത് കഴിഞ്ഞാൽ വാട്ട് ഹാപ്പൻസ് ഇസ്, ഇതിൻ്റെ ഓപ്പോസിറ്റ് ചാർജ് നമ്മൾ നോക്കുക. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ എക്സസ് ഓഫ് പൊട്ടാഷ്യം എടുക്കുമ്പോൾ അവിടെ I- ഉണ്ടാവും, K+, രണ്ട് അയോൺസും എക്സസ് ആണ്. അപ്പോൾ പോസിറ്റീവ് അയോൺസും നെഗറ്റീവ് അയോൺസും സൊല്യൂഷൻ എക്സസ് ഉണ്ടാവും. ഇവിടെ അതുപോലെ തന്നെയാണ്, പോസിറ്റീവ് അയോൺസും നെഗറ്റീവ് അയോൺസും എക്സസ് ഉണ്ട്.
ഇതിൽ ഏതെങ്കിലും ഒരു അയോണാണ് ആദ്യം ഒന്ന് സ്ട്രോങ്ലി അഡ്സോർബ് ചെയ്യുന്നത്. ഇവിടെ സ്ട്രോങ്ലി അഡ്സോർബ് ചെയ്തിട്ടുണ്ട്, ഐദർ നെഗറ്റീവ് അയോൺ ഓർ പോസിറ്റീവ് അയോൺ. അതിനുശേഷം ഈ സ്ട്രോങ്ലി അഡ്സോർബ് ചെയ്ത ലെയറിൻ്റെ മുകളിലോട്ട് ഇവിടെ എന്താണോ അഡ്സോർബ് ചെയ്തത് അതിൻ്റെ ഓപ്പോസിറ്റ് ചാർജസ് ആയിട്ടുള്ള അയോൺസ് വന്ന് ഡിഫ്യൂസ് ചെയ്ത് കിടക്കും. അങ്ങനെ ഡിഫ്യൂസ് ചെയ്യുന്ന ലെയറിനെ മൊബൈൽ ലെയർ എന്നാണ് വിളിക്കുക, മൊബൈൽ ഫേസ് ഓർ മൊബൈൽ ലെയർ. ഇതാ, അപ്പോൾ ഇങ്ങനെ അതിൻ്റെ മുകളിൽ പിന്നെ അടുത്ത ലെയർ വരും. ഇവിടെ ഇവിടെ നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ പോസിറ്റീവ് ചാർജ്, അങ്ങനെ വന്ന് കുറേ അധികം അയോൺസ് ഈ ഡിഫ്യൂസ്ഡ് ലെയറിൽ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങൾ നോക്കിയാൽ മതി, ഇവിടെ ഒരു പോസിറ്റീവ്, ഇവിടെ ഒരു നെഗറ്റീവ്, പോസിറ്റീവ് നെഗറ്റീവ്, അങ്ങനെ ഡിഫറെൻറ്റ് ചാർജസ് വരുമ്പോൾ ഈ രണ്ട് ലെയറിൻ്റെ ഇടയിൽ ഒരു പൊട്ടൻഷ്യൽ ഡെവലപ്പ് ചെയ്യും. ഓക്കെ, ഏത് ലെയറിൻ്റെ ഇടയിൽ? ഈ ഫിക്സഡ് ലെയറിൻ്റെ ഇടയിലും അതുപോലെ ഡിഫ്യൂസ് ലെയറിൻ്റെ ഇടയിലും ഒരു പൊട്ടൻഷ്യൽ ഡെവലപ്പ് ചെയ്യും. ഈ പൊട്ടൻഷ്യൽ വിളിക്കുന്ന പേരാണ് സീറ്റ പൊട്ടൻഷ്യൽ. The potential developed between the fixed layer and the diffuse layer is called zeta potential. അപ്പോൾ ഹെൽംഹോൾട്സ് പറയുന്നത് the stability of colloids depends on the value of zeta potential. Greater the value of zeta potential, greater is the stability. And that is the proposal made by Helmholtz to explain the formation of charge on the colloidal system. ഇതിന് രണ്ട് ലെയർ ഫോം ചെയ്യുന്നുണ്ട്. One is a fixed layer of one particular type of ions, അവർ മാത്രമേ ഉള്ളൂ. And there are other ions are diffusing over this layer, and there are two layers. That's why it is known as electrical double layer. This is one layer of fixed layer and there is a diffuse layer. That's why it is called electrical double layer. And greater the value of zeta potential, greater is the stability of the colloidal system. Thank you.